ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യശാസ്ത്രത്തിലെ 11ാമത്തെ പാഠമാണ്. സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു അധ്യാപിക കുട്ടികളോട് പറയുന്നത് ശ്രദ്ധിക്കൂ. ഗുഡ് മോർണിംഗ്, എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കുട്ടി പറയാണ്, ടീച്ചർ ഞാൻ എടുത്തു. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്കുണ്ടോ ബാങ്ക് അക്കൗണ്ട്? നമ്മളുടെ സ്കോളർഷിപ്പിന്റെ ആവശ്യത്തിനും മറ്റുമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ബാങ്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്കിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം. എന്താണ് ബാങ്ക്? പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ഇന്നത്തെ രീതിയിലുള്ള ബാങ്കുകൾ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നായിട്ട് എന്താണ് പണം എന്ന് നോക്കാം. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണമെന്ന് വിളിക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് പണമാണ്. ബാങ്കുകൾ രൂപം കൊള്ളുന്നു. മിച്ചം വന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായി. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായി വന്നു. ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. വായ്പ തിരിച്ചടക്കാനുള്ള ശേഷി, വിശ്വാസ്യത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. ഇത് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. ഇനി എന്താണ് ബാങ്ക് എന്ന് നോക്കാം. ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. രണ്ട് വാക്കുകളുടെയും അർത്ഥം ബെഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയുമൊക്കെ ഈടായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. നാണയങ്ങൾ നിരത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. ബാങ്കിന് ആ പേര് വരാൻ കാരണമാണ് നമ്മൾ നോക്കിയത്. പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായി വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി, ചൂഷണത്തിന്റെ അളവ് കുറഞ്ഞു, ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. കേരളത്തിലെ ആദ്യ ബാങ്ക് 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്കിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വായനാ കാർഡ് തയ്യാറാക്കുക. പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്ഥാപിതം 1935. ധർമ്മങ്ങൾ: കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനം: വസ്തു വിറ്റുകിട്ടിയ 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അടുത്ത വർഷം മകളുടെ ഉന്നത പഠനത്തിനായി ഈ തുക വേണ്ടിവരും. അതുവരെ ഈ പണത്തിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ പറയുന്നതാണ്. ഇനി മറ്റൊരാൾ പറയുന്നത് എന്താണ്? ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീടിന് 12 ലക്ഷം രൂപയാകും. എൻ്റെ കൈവശം 5 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ കടമായി വാങ്ങാം. 15 വർഷത്തിനകം തവണകളായി തിരികെ നൽകാം. 2 സാഹചര്യങ്ങളും പരിശോധിക്കൂ. 2 വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ആള് കയ്യിലുള്ള പണം അതിൽ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തെ ആള് ഭവന വായ്പ എടുക്കുന്നത് പോലെ അല്ലെ, ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. എന്നിട്ട് ഇത്ര വർഷത്തിനുള്ളിൽ തവണകളായി തിരികെ അടക്കാം എന്ന് വിചാരിക്കുന്നു.
വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ്. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. താഴെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്. ചിത്രം നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഒന്നാമത്തേത് നിക്ഷേപകർ. പിന്നെ അതിലെന്തൊക്കെയാണ്? വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവ വരുന്നു. അവരിൽ നിന്ന് നിക്ഷേപങ്ങൾ ബാങ്ക് സ്വീകരിക്കുന്നു. എന്നിട്ടോ നിക്ഷേപങ്ങൾ പലിശയോടുകൂടി തിരിച്ചു നൽകുന്നു. രണ്ടാമത്തേത് വായ്പ സ്വീകരിക്കുന്നവരാണ്. അവയിലും വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും പെടും. ബാങ്ക് വായ്പ നൽകുന്നു. പിന്നെ ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഈ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ വായ്പകൾ പലിശയോടെ തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പട്ടികയിൽ നമുക്ക് എഴുതി കൊടുക്കണം. ഒന്നാമത്തേത് നിക്ഷേപകർ എന്താണ് ചെയ്യുന്നത്? വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. വായ്പ സ്വീകരിക്കുന്നവരോ? വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. ബാങ്കിംഗ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ബാങ്കർ എന്നറിയപ്പെടുന്നു. താഴെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ബാങ്കുകൾ നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളാണ്. ഈ പ്രസ്താവന സാധൂകരിക്കൂ. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. പരസ്യങ്ങൾ ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ്? സ്ഥിര നിക്ഷേപം പലിശ 7.5%, ഹൗസിംഗ് ലോൺ പലിശ 12%. ഈ പരസ്യങ്ങളിൽ പൊതുവായി പരാമർശിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുകയാണ് പലിശ. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്നും ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായി ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. ഇനി താഴെ ഒരു ചോദ്യമാണ്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് നിക്ഷേപത്തിനാണോ വായ്പയ്ക്കാണോ പലിശ കൂടുതലെന്ന് കണ്ടെത്തൂ. എന്തുകൊണ്ടെന്ന് ചർച്ച ചെയ്യൂ. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്നും ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായി ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. വായ്പകളുടെ പലിശ നിരക്ക് നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ പ്രധാന വരുമാനം. അക്കൗണ്ട് തുടങ്ങാം. ഇവിടെ ഒരു കുട്ടി പറയുന്നു, നോക്കൂ, എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അമ്മയോടൊപ്പമാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കോപ്പിയും മറ്റ് രേഖകളും അമ്മയുടെ കയ്യിൽ കരുതിയിരുന്നു. അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോറം പൂരിപ്പിച്ച് ഞാൻ അതിൽ ഒപ്പിട്ടു. പൂരിപ്പിച്ച അപേക്ഷയും കൈവശമുണ്ടായിരുന്ന രേഖകളും അമ്മ കൗണ്ടറിൽ ഏൽപ്പിച്ചു. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ പോയ റിയയുടെ അനുഭവം വായിച്ചല്ലോ. നിങ്ങളും ബാങ്ക് അക്കൗണ്ട് എടുത്ത അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. അക്കൗണ്ട് തുടങ്ങാൻ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ബാങ്കിൽ സമർപ്പിച്ച രേഖകൾ എന്തെല്ലാം പട്ടികപ്പെടുത്തൂ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, മൊബൈൽ ഫോൺ നമ്പർ. എന്താണ് ബാങ്ക് അക്കൗണ്ട്? ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട്. ഇവ രേഖപ്പെടുത്തുന്നത് പാസ്ബുക്കിലാണ്. എന്താണ് പാസ്ബുക്ക്? ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക്. ഉടമയുടെ പേര്, വിലാസം, അക്കൗണ്ടിൻ്റെ സ്വഭാവം, അക്കൗണ്ട് നമ്പർ, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ എന്നിവ ഇതിൽ ഉണ്ടാകും. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സംയുക്ത അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായും ആരംഭിക്കാവുന്നതാണ്. താഴെ ഒരു ചോദ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. വിവിധ ഗ്രാൻറ്റുകൾ ലഭിക്കുന്നതിന്, സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിന്, സമ്പാദ്യശീലം വളർത്തുന്നതിന്, വിവിധ അലവൻസുകൾ ലഭിക്കുന്നതിന്, വിവിധ സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിന്. വിവിധ തരം അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും. ആകാശ്, ടീച്ചർ, റിയയുടെ പാസ്ബുക്കിൽ റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ പാസ്ബുക്കിൽ എൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താ?
ടീച്ചർ: ആകാശ്, അത് രണ്ടും രണ്ട് തരം അക്കൗണ്ടുകളാണ്. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് വ്യക്തിഗത അക്കൗണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണിത്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായി ഇടപാടുകൾ നടത്താൻ കഴിയൂ. രണ്ടാമത്തേത് സംയുക്ത അക്കൗണ്ട്. രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. സ്ഥാപന അക്കൗണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. വ്യത്യസ്ത തരം അക്കൗണ്ടുകൾ പരിചയപ്പെട്ടല്ലോ. നിക്ഷേപങ്ങളെയും അവയുടെ സ്വഭാവവും അനുസരിച്ച് പലതായി തരംതിരിക്കാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നിക്ഷേപങ്ങൾ പ്രധാനമായും 4 തരത്തിലാണ്. ഒന്ന് സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണിത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അടുത്തത് പ്രചലിത നിക്ഷേപങ്ങൾ. വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണിത്. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. അടുത്തത് സ്ഥിര നിക്ഷേപങ്ങൾ. ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. അവസാനത്തേത് ആവർത്തിത നിക്ഷേപങ്ങൾ. സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കാൻ കഴിയൂ. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടുതൽ പലിശ ലഭിക്കുന്നു. ഇനി താഴെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. നോക്കൂ, നിക്ഷേപങ്ങൾ, അതിൻ്റെ കാലയളവ്, പലിശ എങ്ങനെ, പിൻവലിക്കൽ എങ്ങനെ എന്നതാണ് വർക്ക്ഷീറ്റിലുള്ളത്. ആദ്യത്തേത് സമ്പാദ്യ നിക്ഷേപം. അതിൽ കാലയളവ് ബാധകമല്ല. പലിശ കുറഞ്ഞ നിരക്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പിൻവലിക്കാൻ നിയന്ത്രണങ്ങളുണ്ട്. പ്രചലിത നിക്ഷേപമാണെങ്കിൽ കാലയളവ് ബാധകമല്ല, പലിശ ഇല്ല, പിൻവലിക്കാൻ നിയന്ത്രണങ്ങളില്ല. മൂന്നാമത്തേത് ഏതായിരുന്നു? സ്ഥിര നിക്ഷേപമായിരുന്നു. അതിന് കാലയളവ് ബാധകമാണ്. പലിശ, ഉയർന്ന പലിശ ലഭിക്കും. പിൻവലിക്കാൻ കാലാവധിക്ക് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ. നാലാമത്തേത് ആവർത്തിത നിക്ഷേപമാണ്. അതിനും കാലയളവ് ബാധകമാണ്. പലിശ ഉയർന്ന പലിശയാണ്. പിൻവലിക്കൽ കാലാവധിക്ക് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ. സമ്മാനമായും പോക്കറ്റ് മണിയായും ലഭിക്കുന്ന പണം നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കാറുള്ളത്? ഇവ സ്വരുക്കൂട്ടി വെച്ചാൽ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ലേ? സമ്പാദ്യശീലം വളർത്തുന്നതിന് സ്കൂളുകളിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അന്വേഷിക്കൂ. ഉണ്ടല്ലേ. സഞ്ചയിക്ക പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലേ സ്കൂളിൽ? 1970കളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ചയിക്ക. ഇപ്പോൾ സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിംഗ് പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്തിയതാണിത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കും. വിവിധ തരം ബാങ്കുകൾ നോക്കൂ. യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, SBI അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേരള ബാങ്ക് തുടങ്ങിയവയുടെ എംബ്ലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കൊളാഷ് ശ്രദ്ധിക്കൂ. ഈ ബാങ്കുകളുടെ പേരുകൾ പരിചിതമാണോ? നിങ്ങൾക്കറിയാവുന്ന മറ്റു ബാങ്കുകളുടെ പേരുകൾ കൂട്ടിച്ചേർക്കൂ. പഞ്ചാബ് നാഷണൽ ബാങ്ക് അതായത് PNB, ബാങ്ക് ഓഫ് ബറോഡ BOB, ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വിവിധ തരം ബാങ്കുകളെ പരിചയപ്പെടാം. പ്രധാനമായും 3 തരത്തിലാണ് ബാങ്കുകൾ ഉള്ളത്. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ. ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാണിജ്യ ബാങ്കുകൾ. ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നു. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകൾ എന്നും സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് സഹകരണ ബാങ്കുകൾ. കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക,
സ്വകാര്യ പണമിടപാടുകളുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകളെന്നും വിളിക്കുന്നു. ഇനി എന്താണ് പൊതുമേഖലാ ബാങ്കുകളും എന്താണ് സ്വകാര്യ മേഖലാ ബാങ്കുകളും എന്ന് നോക്കാം. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. ഉദാഹരണം യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയവ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ. ഈ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഉദാഹരണം സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ഇനി കേരള ബാങ്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരള സർക്കാർ രൂപീകരിച്ച ഒരു സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡാണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ചതാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മൂന്നാമത്തെ ബാങ്കായിരുന്നു വികസന ബാങ്കുകൾ. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. താഴെ ഒരു ചോദ്യമുണ്ട്. വിവിധ തരം ബാങ്കുകളും അവയുടെ സവിശേഷതകളും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കൂ. ആദ്യത്തേത് വാണിജ്യ ബാങ്കുകളെ കുറിച്ച് നോക്കാം. ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നു. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും രണ്ടായി തരംതിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടാമത്തേത് ബാങ്ക് സഹകരണ ബാങ്കുകളാണ്. കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകളെന്നും വിളിക്കുന്നു. മൂന്നാമത്തെ ബാങ്കാണ് വികസന ബാങ്കുകൾ. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് അഥവാ നബാർഡ്. ബാങ്കിങ് മാറുന്ന മുഖം നോക്കൂ. നമുക്ക് അതിനൂതനമായ ബാങ്കിങ് സംവിധാനങ്ങളുടെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. UPI സംവിധാനങ്ങൾ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയവയൊക്കെ അല്ലേ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇത്തരം നൂതന സംവിധാനങ്ങളുടെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടപ്പിലാക്കി വരുന്നു. ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറിയിരിക്കുന്നു. മൊബൈൽ ആപ്പുകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഇടപാടുകാർക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ അനായാസം ലഭ്യമാകുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിംഗ് മാറിക്കഴിഞ്ഞു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ATM, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ATM നമ്മെ സഹായിക്കുന്നു. CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ സൗകര്യം ഉപയോഗിച്ച് ഏത് സമയത്തും പണം നിക്ഷേപിക്കാനും കഴിയും. UPI, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPI. ബാങ്കിലോ ATMലോ പോകാതെ പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണം കൈവശം കരുതണ്ട എന്നതാണ് ഇതിലൂടെ ഇടപാടുകാർക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യം. എന്നാൽ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായാണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കുന്നതാണ്.
അതിന് താഴെ ഒരു ചോദ്യമുണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കാർഡുകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്താവുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതൂ. ധനകാര്യ സ്ഥാപനങ്ങളിലെ പണക്കൈമാറ്റം, ഫീസ്, നികുതി, വൈദ്യുതി ബില്ലുകൾ മുതലായവ അടയ്ക്കുന്നതിന്, ഓൺലൈൻ വ്യാപാരത്തിൽ തുക കൈമാറുന്നതിന്, ട്രെയിൻ, ബസ്, വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന്, പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിന് പണം നൽകുന്നതിന്, റെസ്റ്റോറൻറ്റ് ബില്ലുകൾ അടയ്ക്കുന്നതിനോ ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനോ. കരുതലോടെ ബാങ്കിംഗ്. നമുക്കിവിടെ 4 പത്രക്കട്ടിങ്ങുകൾ തന്നിട്ടുണ്ട്. ലോൺ ആപ്പുകൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടി. ഓൺലൈൻ ട്രേഡിംഗ്, അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. OTP കൈക്കലാക്കി പണം തട്ടിപ്പ്. വാർത്തകൾ ശ്രദ്ധിച്ചില്ലേ? സൈബർ രംഗത്ത് ഇത്തരം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പരിചയപ്പെടാം. ATM പിൻ, OTP എന്നിവ പങ്കുവയ്ക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടുന്നതിന് ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. 1930 എന്നുള്ളത് അതിനായിട്ടുള്ളൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് കേട്ടോ. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനായി പോസ്റ്റർ തയ്യാറാക്കൂ. ശ്രദ്ധിക്കുക, ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക. പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ പങ്കുവയ്ക്കരുത്. സംശയകരമായ കോളുകളോ സന്ദേശങ്ങളോ അവഗണിക്കുക. സൈബർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുക. ബാങ്കുകളുടെ രൂപീകരണം മുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് വരെയുള്ള നൂതന സങ്കേതങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ബാങ്കിംഗ് സേവനങ്ങളും പണമിടപാടുകളും കൂടുതൽ സുഗമമാക്കിയിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ പ്രാപ്യമാകുന്നതിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. വർത്തമാനകാലത്ത് ബാങ്കിംഗ് ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്